ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മൾ കാറിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ്, അതായത് കാർ റെഫ്രിജറേറ്റർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. ദിസ് ഈസ് സജീവ് ആൻഡ് യു ആർ വാച്ചിങ് ദ ടെക് റിവ്യൂസ്. അപ്പോൾ ഈ ഒരു റെഫ്രിജറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ക്യാമ്പിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് റൂറൽ ഏരിയസിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വണ്ടിയിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു റെഫ്രിജറേറ്ററാണിത്. നമ്മൾ സാധാരണയായിട്ട് മാർക്കറ്റിൽ കാണുന്ന ആ കൂളർ ഉണ്ടല്ലോ, ഈ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന കൂളർ, അതിനേക്കാളും ഫാർ ബെറ്റർ ആണിത്. കാരണം ഇതിനകത്ത് നമ്മളുടെ വീട്ടിലെ ഫ്രിഡ്ജിലുള്ള അതേ കംപ്രസർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്രസർ റെഫ്രിജറേറ്റർ ആകുമ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രീസിങ്ങും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്കിതിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ മീറ്റ് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ടെമ്പറേച്ചറിൽ കൺട്രോൾ ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഉപകരണം കൊണ്ട് സാധിക്കും. മാത്രമല്ല, നിങ്ങളുടെ ചെറിയ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ റെഫ്രിജറേറ്റർ ഇല്ലെങ്കിൽ അവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു റെഫ്രിജറേറ്റർ തന്നെയാണ് ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൊബൈലിറ്റിക്ക് വേണ്ടിയാണ്. അതായത് നമുക്ക് കാറിൽ യൂസ് ചെയ്യാൻ സാധിക്കും, കാരവണിൽ യൂസ് ചെയ്യാൻ സാധിക്കും, ബോട്ടിൽ യൂസ് ചെയ്യാൻ സാധിക്കും. എൻജിൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഈ ഡിവൈസ് കാറിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സെർട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വോൾട്ടേജിൽ എത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഓഫ് ആവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ കാറിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ആവാതിരിക്കുകയും ചെയ്യും. ഇനി ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളുടെ റെഫ്രിജറേറ്റർ ഓൾറെഡി അൺബോക്സ് ചെയ്ത് താഴെ വെച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ റെഫ്രിജറേറ്റർ വാങ്ങിയിരുന്നത് നമ്മളുടെ മിനി കാരവണിന് വേണ്ടിയായിരുന്നു. അവിടെ കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കി, എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു. കാരണം അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് പോലും നമ്മൾ ഒരു തവണ ഈ റെഫ്രിജറേറ്റർ ഒന്ന് യൂസ് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വന്ന് വണ്ടിയിൽ വന്ന് നോക്കിയാലും അതിൻ്റെ കൂളിംഗ് അധികം പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളുടെ ഈ പ്രത്യേക ക്വാറൻറ്റൈൻ ടൈമിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ, എസ്പെഷ്യലി ഫ്രോസൺ ഐറ്റംസ് വാങ്ങിയിരുന്നു. അപ്പം നമ്മളുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററിൽ അത്രയും സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് നമ്മളുടെ വീട്ടിൽ അത് ഫുൾ ടൈം ഓൺ ചെയ്തിട്ടിരുന്നു. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഉപയോഗത്തിന് നമുക്ക് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. 60 വാട്ട്സിന് താഴെയാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയുടെ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോ ഷട്ട് ഓഫ് ആവുന്നതിന് മുമ്പ് ഒരുപാട് നേരം നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. മോർ ദാൻ 8 to 10 hours നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലോസർ ലുക്കിലേക്ക് പോകാം. ഞാൻ ആ കാർട്ടൺ മാറ്റി വെച്ചിട്ട് നമ്മളുടെ ആ മിനി ഫ്രിഡ്ജ് എടുത്ത് മുകളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. നമുക്കിത് ഡിഫറെൻറ്റ് സൈസിൽ വാങ്ങാൻ സാധിക്കും. നമ്മളുടെ പക്കലുള്ള ഈ ഒരു റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് 30 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. ഇത് 24 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതുണ്ട്, 18 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതുണ്ട്. പക്ഷേ ഒരു മിനി കാരവണിനൊക്കെ വേണ്ടി നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 30 ലിറ്റർ കപ്പാസിറ്റിയുടെ എങ്കിലും വേണം. ഇതിലും വലുതൊരെണ്ണമുണ്ട് 50 ലിറ്റർ. അത് 50 ലിറ്ററിൻ്റെ ഉണ്ട്, 60 ലിറ്ററിൻ്റെ ഉണ്ട്. അത്ര വലുതിൻ്റെ ഒന്നും ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല എന്നെ അപേക്ഷിച്ചിട്ട്. എനിക്ക് ഒരു 30 ലിറ്ററിൻ്റെ മോർ ദാൻ ഇനഫായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് 4 ബട്ടൺസ് ആണുള്ളത്. ഒന്ന് പവർ ഓൺ പവർ ഓഫ് ബട്ടനും, പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടനും, പിന്നെ അപ്പും ഡൗണും ഉള്ള ബട്ടനും, പിന്നെ ഒരു ചെറിയൊരു LED സ്ക്രീന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലാണ് നമുക്ക് ടെമ്പറേച്ചറും സംഭവങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് പിന്നെ ഇത് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി 2 വശത്തും ഇതുപോലൊരു ഹാൻഡിൽ ഹോൾഡറുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് ഫ്രോസൺ ആയിട്ട് കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 18 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഉള്ളത്. അതുപോലെ തന്നെ ഫ്രോസൺ ചിക്കനും സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഫുള്ളി ഐസ് ആയിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൊട്ടിയ അതിൻ്റെ സൗണ്ട് കേൾക്കും. ഹോട്ട് ഡോഗ്സ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ ഐസ് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഉള്ള സംഭവങ്ങൾ ഫ്രീസായിട്ടിരിക്കുമ്പോഴും ഇവിടെ നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസ് ആവില്ല. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നമുക്ക് ഡിവൈഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഈ റൂംസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കാർ റെഫ്രിജറേറ്ററിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നാളെ ഇതേ സമയത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ.